ദേവിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും നീ ഇവിടെ പാടില്ല. പറഞ്ഞു കേട്ടോടാ. അവൾക്കൊരു ഷോക്ക് കൊടുക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഷോക്ക്. അമൃത് ലൈവ് സ്പീഡ് സുഖമോ ദേവി ഇന്ന് രാത്രി 9. ഹലോ കേസ്, അങ്ങനെ നമ്മുടെ സുഖമോ ദേവിയിൽ സിദ്ധാർത്ഥൻ കാര്യങ്ങളൊക്കെ അറിയുകയാണ്. പ്രഭാവതി നന്ദനും പറഞ്ഞിട്ടാണ് ദേവിക അങ്ങനെ തീരുമാനം എടുത്തതെന്ന്. അങ്ങനെ നമ്മുടെ നന്ദനോടും പ്രഭാവതിയോട് നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ദേവികനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പോലും ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പ്ലാന്റിന് അനുമതി കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ചെകിടടിച്ച് പൊളിക്കും എന്ന് നമ്മുടെ നന്ദനോട് പറയുന്നുണ്ട്. പ്രഭാവതിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എനിക്ക് ആ കാര്യം അറിഞ്ഞേ പറ്റൂന്നും പറഞ്ഞിട്ട്. അപ്പൊ ഈ നന്ദൻ പെൺകുസനാണെങ്കിൽ എന്ത് ചെയ്യും, ഇതുകൊണ്ട് ഇസബല്ലയുടെ അടുത്ത് കൊണ്ടേ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇസബല്ല പറയുന്നുണ്ട്, അയ്യോ ദേവിക എന്ത് ചതിയെത്തിയാണ്, ഞാനാണ് ഈ നന്ദന്റെ സ്ഥാനത്തെങ്കിലും ദേവികയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചാനെ. അവൾക്കൊരു ഷോക്ക് കൊടുക്കണം, അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു ഷോക്ക് കൊടുക്കണം എന്ന് നമ്മുടെ ഇസബല്ല പറയൂ കേട്ടോ. ഈ പോങ്ങൻ നന്ദനാണെങ്കിൽ സ്വന്തം ഭാര്യനെ പറ്റിയാണ് പറയുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ഒന്നും മിണ്ടാതെ അവിടെ മൗനം പാലിച്ച് നിൽക്കുന്നുണ്ട്. അതായത് ദേവികയ്ക്ക് ഷോക്ക് കൊടുത്തോ എന്നുള്ള രീതിയിൽ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ? നന്ദനെ ശരിക്കും നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെയാണോ? ഒന്ന് കമന്റ് ചെയ്യണേ. കാത്തിരിക്കട്ടെ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.